പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ലോകത്തെ മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിച്ചിരിക്കുന്നു. അറിവും വാർത്തകളും സൗഹൃദങ്ങളും വിനോദങ്ങളുമെല്ലാം നമുക്ക് ഒരു ക്ലിക്കിലൂടെ ലഭിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം: ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണോ അതോ മൊബൈൽ ഫോൺ എന്നെ ഉപയോഗിക്കുകയാണോ? ഇന്ന് പലരും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ദൈവത്തെയോ കുടുംബാംഗങ്ങളെയോ അല്ല, മറിച്ച് മൊബൈൽ സ്ക്രീനാണ്. ചിലപ്പോൾ 5 മിനിറ്റ് നോക്കാനെടുത്ത ഫോൺ 1 മണിക്കൂർ നമ്മുടെ സമയം അപഹരിക്കുന്നു. സമയം നഷ്ടപ്പെടുന്നു, ശ്രദ്ധ നഷ്ടപ്പെടുന്നു, ചിലപ്പോൾ ജീവിത ലക്ഷ്യങ്ങൾ പോലും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും ആവശ്യമായ ഗുണം ആത്മനിയന്ത്രണമാണ്. ഒരു കപ്പലിന് ദിശാബോധമില്ലെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തില്ല. അതുപോലെ ആത്മനിയന്ത്രണമില്ലാത്ത ജീവിതവും വിജയത്തിലെത്തില്ല. നമ്മൾ സാങ്കേതിക വിദ്യയുടെ ഉടമകളായിരിക്കണം, അടിമകളല്ല. അതിനായി ഓരോ ദിവസവും മൊബൈൽ ഉപയോഗത്തിന് പരിധി നിശ്ചയിക്കണം. പഠനത്തിനും ജോലിക്കും പ്രാർത്ഥനയ്ക്കും കുടുംബത്തിനും സമയം മാറ്റിവെക്കണം. സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം ജീവിതം കെട്ടിപ്പടുക്കുവാൻ ചെലവഴിക്കണം. ഒരു കാര്യം ഓർക്കുക: സോഷ്യൽ മീഡിയയിൽ 1000 സുഹൃത്തുക്കൾ ഉണ്ടായാലും യഥാർത്ഥ ജീവിതത്തിലെ ഒരു നല്ല സുഹൃത്തിൻ്റെ വില അതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമയം ചെലവഴിക്കുക. വിശ്വാസികളായ നമുക്ക് മറ്റൊരു ഉത്തരവാദിത്തമുണ്ട്. ഓരോ ദിവസവും കുറച്ച് സമയം ദൈവത്തിനായി മാറ്റിവെക്കണം. ദൈവവചനവും പ്രാർത്ഥനയും നമ്മുടെ മനസ്സിന് ദിശയും ശക്തിയും നൽകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇന്ന് ഡിജിറ്റൽ ലോകം നമുക്ക് വലിയ അവസരങ്ങൾ നൽകുന്നു. എന്നാൽ അതിൻ്റെ അടിമകളാകാതെ അതിനെ വിവേകത്തോടെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. മൊബൈൽ നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മുടെ ജീവിതം മൊബൈലിൻ്റെ കൈകളിൽ ആയിരിക്കരുത്. ദൈവം നൽകിയ സമയവും കഴിവുകളും നന്മയ്ക്കായി ഉപയോഗിച്ച് ആത്മനിയന്ത്രണമുള്ള ഒരു തലമുറയായി നമുക്ക് വളരാം.